ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും മസാല ദോശ ഉണ്ടാക്കാറില്ലേ? നമ്മളുണ്ടാക്കുന്ന മസാല ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ മസാല ദോശയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മസാല ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫില്ലിംഗ് വരുന്നത് എഗ്ഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് ഫില്ലിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ പൊട്ടറ്റോ ഒന്നും വേണ്ട, എഗ്ഗ് മാത്രം മതി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു 2-3 മുട്ട ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എഗ് മസാല ദോശ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി റൈസ് എടുക്കാം, ഇല്ലെങ്കിൽ സാധാരണ പച്ചരി എടുക്കാം. ഞാനിപ്പോൾ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് അരയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പച്ചരി, ഉഴുന്ന്, ഉലുവ, ഇത് 3ഉം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് അരച്ചെടുക്കുക. അത് അരച്ചെടുത്തതിന് ശേഷം വേണ്ട കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഒരു വലിയ സവോള, ഒരു ചെറിയ തക്കാളി, 3 മുട്ട, 2 പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 4 എണ്ണം വരെ എടുക്കാം കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ പറഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിയില, 3 മുട്ട. മുട്ടയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ ചേർക്കേണ്ടി വരും. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇഞ്ചി ഒന്ന് ചതച്ച് ചേർക്കണം. സവോളയും തക്കാളിയും ഒക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി, ഉഴുന്നും ഉലുവയും സോക്ക് ചെയ്ത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ദോശമാവ് നമ്മളിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് പരത്തി തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ദോശ ഉണ്ടാക്കാൻ പാകത്തിൽ. ഞാൻ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കാറില്ല. നമ്മളിപ്പോൾ രാവിലെയാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെയാണ് ഉപ്പ് ചേർക്കുന്നത്. വൈകിട്ടാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ അരച്ച് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ ദോശ ഉണ്ടാക്കുന്നത് അപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മുറിക്കാനുള്ള കാര്യങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി നീളത്തിൽ ഈ ഒരു തിക്നെസ്സിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. സവോള നീളത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചു. പാൻ ചൂടായി. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അടുത്തത് ചേർക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയുടെ ഫ്ലേവർ എണ്ണയിലേക്കൊന്ന് പിടിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാനേ ഉള്ളൂ. ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ സവോള ഒന്ന് ലൈറ്റായിട്ട് കുക്കായി വരണം. അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. ഓവർ കുക്ക് ആവണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മസാല ദോശയിൽ സവോളയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. ആ പാകത്തിലൊന്ന് കുക്കായി വരണം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് ഗരം മസാലപ്പൊടി. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്കും മുട്ടയ്ക്കും എല്ലാം ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊടികൾ കുക്കായി വരുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കുക്കായി വരും. പൊടികൾ കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക്, നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്താൽ മതി. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ വലിയ പീസുകളായിട്ട് തന്നെ ചേർക്കുക. തക്കാളിയുടെ പുളി ചെറുതായിട്ട് മതി, നമുക്ക് ഒരുപാട് പുളി വേണ്ട. അതുകൊണ്ടാണ് തക്കാളി വലുതായിട്ട് കട്ട് ചെയ്ത് മസാല കാണാൻ ഒരു ഭംഗി ഉണ്ടാവാനും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇനി തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് കുക്കായി വരട്ടെ. ഓവർ കുക്കാവണ്ട, ഉടഞ്ഞു പോരുത്, മസാല കുഴഞ്ഞു പോകണ്ട. അപ്പോൾ ഈ സമയത്ത് മുട്ടയൊന്ന് പൊട്ടിച്ച് വയ്ക്കുക. തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മൾ തക്കാളി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കുന്ന മസാലയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്താലും മതി കേട്ടോ. നമ്മൾ സാധാരണ പൊട്ടറ്റോ മസാല ചേർക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മസാല ആയിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലല്ല നമ്മളിത് എഗ് മസാല ആക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ മസാലയാണ്. അപ്പോൾ ഇനി ഈ മസാലയുടെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണോ എരിവ് കുറവാണോ എന്നുള്ളതൊക്കെ. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ
2 പിഞ്ച് മുളക് പൊടി ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേണം നമ്മൾ മുട്ട ആഡ് ചെയ്യാനായിട്ട്. മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ഞാൻ ചെറിയൊരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കാം. ബീറ്റ് ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്തിട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർത്താലും മതി. ഞാനിപ്പോൾ മുഴുവനോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. വല്ലാതെ സ്ക്രാമ്പിൾ ചെയ്ത് ചെറിയ പൊടി പീസുകളാക്കരുത്. ഒന്ന് മുട്ട ഒന്ന് മിക്സായി വന്നാൽ മതി. മുട്ട ഓവർ കുക്കായി ചെറിയ പീസുകളായി പോകണ്ട. മുട്ട ഇനി ഒന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയ്ക്കും കൂടി ആവശ്യമായ എണ്ണ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോഴേ പിന്നീട് നമുക്ക് എണ്ണ ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ എണ്ണ ചേർക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കുക. ഓവറായിട്ട് എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആവില്ല, കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആവില്ല. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ മസാലയിൽ ആ തക്കാളിയൊക്കെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുകൊണ്ട് തക്കാളിയുടെ ആ റെഡ് ഷെയ്ഡും പച്ചമുളകിൻ്റെ കളറും എല്ലാം ചേർന്ന് നല്ലൊരു ഭംഗിയുള്ള കളറായി വന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വരട്ടെ. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. നമ്മുടെ ദോശയുടെ മുകളിൽ ഇരുന്നിട്ടും ഈ മസാല ഒന്ന് ചെറുതായിട്ട് കുക്കാവാനുള്ളതാണ്. നമ്മൾ പൊട്ടറ്റോ മസാല കുക്ക് ചെയ്യുന്ന അത്രയും കുക്കാവില്ല, എങ്കിലും ഒന്ന് കുക്കാവാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മസാല ദോശ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. ഒരുപാട് എരിവുള്ള മസാലയൊന്നുമല്ല. എഗ് മസാല എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു ചേഞ്ച് അല്ലേ. എപ്പോഴും നമ്മൾ പൊട്ടറ്റോ മസാലയല്ലേ മസാല ദോശയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് കേട്ടോ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായി ഡ്രൈ ആയി വരട്ടെ, ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവറും ഒക്കെ നമ്മുടെ മുട്ടയിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മസാലയുടെ പരിപാടി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് മസാല ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ മസാല മാറ്റി വെച്ചിട്ട് ദോശക്കല്ല് വെക്കട്ടെ. ഇപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഞാൻ ദോശക്കല്ലിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ദോശയുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത് നെയ്യാണ്. ദോശയുടെ അടിഭാഗത്ത് ദോശക്കല്ലിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ നെയ്യിലും ചെയ്യാം കേട്ടോ ഈ ഒരു ദോശ. അപ്പോൾ ദോശക്കല്ലിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ കനം കുറച്ച് ദോശ പരത്തിയെടുക്കുക. എൻ്റെ ചെറിയ ദോശക്കല്ലാണ്, അതുകൊണ്ട് ഞാൻ ചെറിയ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ഒന്ന് കുക്കായി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഒരുപാട് നെയ്യൊന്നും വേണ്ട, കുറച്ച് നെയ്യ് മതി. വലിയ ദോശക്കല്ലാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ സൈഡിലേക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം എനിക്ക് പരത്തിയെടുക്കാൻ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ദോശപ്പാൻ യൂസ് ചെയ്യാറില്ല. ദോശ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദോശ ഇനി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നന്നായിട്ട് മൊരിഞ്ഞ ദോശയിൽ വേണം നമ്മൾ നമ്മുടെ ഫില്ലിങ് വയ്ക്കാനായിട്ട്. നമ്മൾ ദോശ കുക്കായി കഴിയുമ്പോൾ ഫില്ലിങ് വെച്ചിട്ട് ഉടനെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടറ്റോ മസാല പോലെ വെച്ച് കുക്ക് ചെയ്യുന്ന പരിപാടിയില്ല. നന്നായിട്ട് ദോശ മൊരിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ ദോശയുടെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഫ്ലെയിം കുറച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ ദോശ ആയതുകൊണ്ട് കുറച്ച് ഫില്ലിങ് വെക്കുന്നുള്ളൂ, ഓവറായിട്ട് ഫില്ലിങ് വെക്കുന്നില്ല. നിങ്ങൾ വലിയ ദോശക്കല്ലിൽ ഫില്ലിങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫില്ലിങ് വെക്കാം. ഞാനിതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് മടക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഫില്ലിങ് വെക്കാൻ പോകുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി എനിക്ക് ദോശ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ 3 സൈഡിൽ നിന്നും നമുക്ക് മടക്കിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് ദോശ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ സൈഡായിട്ട് വെച്ചിരിക്കുന്നത് ടൊമാറ്റോ ചട്നിയാണ്. ടൊമാറ്റോ ചട്നിയുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ ചട്നിയോ തേങ്ങ ചട്നിയോ ഏത് ചട്നിയുടെ കൂടെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ദോശ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.